രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഭാരമേറും ക്രൂശു തന്റെ തിരുത്തോളിലേറ്റി സോദരരെ താൻ ചുമക്കും. ക്രൂശു നമ്മൾ ചെയ്ത പാപഭാരമല്ലയോ, ക്രൂശു നമ്മൾ ചെയ്ത പാപഭാരമല്ലയോ. നാഥായി ജീവിതത്തെ ക്രൂശുകളാന്തകു ക്ലേശങ്ങളെ മോദമോടെ കൈക്കൊള്ളാനും സഹിക്കാനും ഞങ്ങളെ നീ ശക്തരാക്കണേ, സഹിക്കാനും ഞങ്ങളെ നീ ശക്തരാക്കണേ. ക്രൂശിനെ തോളോടു ചേർത്തു നാഥൻ നെഞ്ചോരം ചേർത്തവർക്കാ ചെയ്യാത്ത പാപത്തിൻ മുറിവേറ്റു വാങ്ങുവാൻ കാൽവരിയേറുന്നു എൻ്റെ നാഥൻ, കാൽവരിയേറുന്നു എൻ്റെ നാഥൻ. പാപം ചെയ്യാത്ത ദൈവപുത്രൻ കുരിശിന്റെ കനത്ത ഭാരം തന്റെ തോളോട് ചേർക്കുന്നു. ഹൃദയരക്തം ചുടു കണ്ണീർ തുള്ളികളായി നാഥന്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങുമ്പോഴും തന്റെ നെഞ്ചോരം ചേർത്തവർക്കായി രക്ഷയുടെ വഴി തെളിക്കുവാൻ ലോകൈകനാഥൻ കുരിശേന്തിയിരിക്കുന്നു. അവിടുന്ന് മനുഷ്യവംശമെന്ന കുടുംബത്തെ രക്ഷിക്കുവാൻ എടുത്ത ഉത്തരവാദിത്വത്തിന്റെ ഭാരമാണ് വഹിച്ചത്. ഈശോ എടുത്ത കുരിശിന്റെ ഭാരം വെറും മരത്തടിയുടെ ഭാരം മാത്രമായിരുന്നില്ല. ആദ്യ മനുഷ്യന്റെ പാപം മുതൽ അവസാന മനുഷ്യൻ വരെ ചെയ്യുന്ന പാപത്തിന്റെ ഭാരമാണ് അവിടുന്ന് ചുമന്നത്. പൊന്നു തമ്പുരാനെ, ഈ വലിയ മരക്കുരിശ് നിന്റെ തിരുത്തോളിൽ സമ്മാനിച്ച മുറിവ് എത്ര വലുതായിരിക്കണം. കൊലമരമെന്ന് വിശേഷിപ്പിച്ചിരുന്ന മരക്കുരിശിനെയാണല്ലോ അങ്ങ് ക്രൂശു മരണത്തിലൂടെ രക്ഷയുടെ ചിഹ്നമാക്കിയത്. അമ്മയ്ക്കൊരിക്കലും തൻ്റെ തോളിലെ കുഞ്ഞ് ഭാരമല്ല, സ്നേഹമാണ്. ഈശോയ്ക്കൊരിക്കലും തൻ്റെ തോളിലെ കുരിശ് ഭാരമല്ല, സ്നേഹമാണ്. അങ്ങ് ഭാരമേറിയ കുരിശ് വഹിച്ചു പോകുന്നത് കണ്ടിട്ടും ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു കുരിശുകളെ വഹിക്കുവാൻ വിസമ്മതിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഓരോ യാതനകളും നന്മയിലേക്കുള്ള വാതിലാണെന്നുള്ള തിരിച്ചറിവ് തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ലോകപാപത്തിൻ നോവേറ്റുവാങ്ങിയ ക്രൂശിതനോടൊത്തുമെല്ലേ കുരിശിന്റെ വഴിയെ ക്രൂശിനെ പുണർന്ന് ക്രൂശ്
ക്രൂശിന്റെ നിഴലിൽ ഞാനും വരുന്നു നിന്നോടൊപ്പം ഈ തിരുവഴിയിൽ. അപരാധി ഞാൻ മാപ്പേകളെ സദയം അലിവാ